നമസ്കാരം. ദില്ലി ജന്തർ മന്ദറിലും രാജ്യത്തുടനീളവും ഉയർന്നുവന്ന നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ച സംഭവത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ ധർമ്മേന്ദ്ര പ്രധാൻ ആദ്യമായി ആ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഒഡീഷയിലെ ഭുവനേശ്വറിലുള്ള GM സർവകലാശാലയിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ രാജിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും നിലപാടുകളും തുറന്നുകാട്ടിയത്. രാജ്യത്തെ യുവതലമുറയെയും ജെൻസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും ചില കേന്ദ്രങ്ങൾ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ് താൻ മന്ത്രിസ്ഥാനം ഒഴിയാൻ സ്വയം സന്നദ്ധനായതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പദവികളോ അധികാരമോ തനിക്ക് ഒരിക്കലും ആർത്തിയുടെയോ പിടിവള്ളിയുടെയും വിഷയമായിരുന്നില്ല എന്നും മറിച്ച് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കുട്ടികളുടെ ഭാവിയും സുരക്ഷിതമായ വിദ്യാഭ്യാസ അന്തരീക്ഷവുമാണ് തനിക്ക് ഏറ്റവും പ്രധാനം എന്നുള്ള ഒരു ഉത്തമ ബോധ്യമാണ് ഈ ഒരു മാതൃകാപരമായ തീരുമാനത്തിലേക്ക് തന്നെ നയിച്ചതെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന ശില വിദ്യാർത്ഥികളാണെന്നും അവർക്ക് നൽകുന്ന കരുതലാണ് രാഷ്ട്രത്തിൻ്റെ ഭവിഷ്യത്ത് നിർണ്ണയിക്കുന്നതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിൽ ജനിച്ച 20ഓളം കോടി വരുന്ന പുതിയ തലമുറ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്നവരാണ്. വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് രാജ്യത്തെ നയിക്കേണ്ടത് ഈ തലമുറയാണ്. എന്നാൽ ചില സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യങ്ങളുള്ള ആളുകളും സംഘങ്ങളും ഈ കുട്ടികളുടെ നിഷ്കളങ്കതയെയും ആവേശങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് സർക്കാരിനെതിരെയും വിദ്യാഭ്യാസ സംവിധാനത്തിനെതിരെയും തെറ്റായ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടത് തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഒരു സാഹചര്യം മുതലെടുത്ത് രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിച്ച ശക്തികൾക്ക് തടയിടാനാണ് താൻ ഈ പദവി ത്യാഗം ചെയ്ത് വഴിമാറിക്കൊടുത്തതെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ജനക്ഷേമകരമായ വികസന നയങ്ങളെയും വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമായ മാറ്റങ്ങളെയും ജനങ്ങൾക്കിടയിൽ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് പ്രതിപക്ഷവും ചില വിദ്യാർത്ഥി സംഘടനകളും ശ്രമിച്ചതെന്ന് BJP നേതൃത്വം ശക്തമായി വിമർശിക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയ വീഴ്ചകളെയും പ്രശ്നങ്ങളെയും സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് ചില സ്ഥാപിത താൽപ്പര്യക്കാർ ശ്രമിച്ചത്. എന്നാൽ സർക്കാർ ഒരിക്കലും തെറ്റുകളെ മൂടിവെക്കാനോ ഒളിച്ചോടാനോ തയ്യാറായിരുന്നില്ല. സുതാര്യത ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിഷയം CBI അന്വേഷണത്തിന് വിട്ടതും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതികളിലേക്കും മറ്റ് ഡിജിറ്റൽ പരിഷ്കാരങ്ങളിലേക്കും വിദ്യാഭ്യാസ മേഖല മാറാൻ തീരുമാനിച്ചതും. സർക്കാരിൻ്റെ ഈ ഒരു ക്രിയാത്മക നടപടികളെ ഇരുട്ടിൽ നിർത്തി വിദ്യാർത്ഥികളെ തെരുവിലിറക്കി സമരം ചെയ്യിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം കർഷകന്റെ മകനായിട്ടാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ അധികാരമോഹങ്ങളോ പദവികളോ തനിക്ക് ഇല്ലായിരുന്നുവെന്നും ധർമ്മേന്ദ്ര പ്രധാൻ അടിവരയിട്ട് പറഞ്ഞു. ജൂലൈ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് താൻ സ്വയം രാജി സമർപ്പിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ഒരു മന്ത്രിസഭയിൽ അംഗമായി തുടരുന്നതിനേക്കാൾ ഉപരി രാജ്യത്തെ കുട്ടികളുടെ പഠനാന്തരീക്ഷവും സമാധാനവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. തൻ്റെ വഴി മാറിപ്പോകാതിരിക്കാനും അവർക്ക് പൂർണ്ണ ഏകാഗ്രതയോടെ തങ്ങളുടെ പഠനത്തിലും കരിയറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുമെന്നാണ് താൻ കരുതുന്നതെന്ന് അദ്ദേഹം രാജിവേളയിലും വ്യക്തമാക്കുകയുണ്ടായി. ഒഡീഷയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും മുൻ മുഖ്യമന്ത്രിയും BJD അധ്യക്ഷനുമായ നവീൻ പട്നായിക്കിൻ്റെ പ്രസ്താവനകളെക്കുറിച്ചും പ്രധാൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഒഡീഷയിലെ വിമാനത്താവളത്തിന് സമീപം തനിക്കെതിരെ BJD യുവജന വിഭാഗം നടത്തിയ കറുത്ത കൊടി കാണിക്കലുകളെയും ധർമ്മേന്ദ്ര പ്രധാൻ തിരികെ പോവുക എന്ന മുദ്രാവാക്യങ്ങളെയും താൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് നേരിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന തന്നെ ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ടും ഭീഷണികൾ കൊണ്ടും തളർത്താൻ കഴിയില്ലെന്നും ഒഡീഷയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇനിയും ശക്തമായി പ്രവർത്തിക്കാൻ താൻ മണ്ണിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. നവീനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തനിക്കെതിരെ നടത്തുന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും ഒഡീഷയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും പ്രധാൻ പറഞ്ഞു. ഒഡീഷയുടെ അന്തസ്സിനോ ജനങ്ങളുടെ അഭിമാനത്തിനോ കളങ്കം വരുത്തുന്ന യാതൊരു പ്രവർത്തനവും താൻ ഇതുവരെ ചെയ്തിട്ടില്ലെന്നും ഇനിയും അത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് BJPയുടെ വളർച്ചയിൽ ഭയന്ന് BJD നടത്തുന്ന അവസാന അടവുകളാണ് ഇത്തരം പ്രതിഷേധങ്ങൾ. ജനങ്ങളുടെ പിന്തുണയോടെ ഒഡീഷയും രാജ്യത്തെയും പുരോഗതിയുടെ പാതയിൽ നയിക്കാൻ പ്രതിജ്ഞാബദ്ധരായ തങ്ങളെ ഇത്തരം ചെറിയ നാടകങ്ങൾ കൊണ്ട് പിന്നോട്ട് വലിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് ധർമ്മേന്ദ്ര പ്രധാൻ എടുത്ത രാജി തീരുമാനം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. ഒരു കേന്ദ്രമന്ത്രി തനിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്ന ഉടൻ തന്നെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പദവി ഒഴിയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമായ ഒരു സംഭവമായാണ് BJP അനുകൂലികൾ വിലയിരുത്തിയത്. അധികാരത്തോടുള്ള ആർത്തി കാണിക്കാതെ രാജ്യത്തിൻ്റെയും യുവജനങ്ങളുടെയും താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന യഥാർത്ഥ ജനനായകൻ്റെ മുഖമാണ് പ്രധാൻ്റേത്.
ഈ ഒരു നടപടിയിലൂടെ വ്യക്തമായിരിക്കുകയാണതും. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞെങ്കിലും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഗുണപരമായ മാറ്റങ്ങൾക്കായി താൻ എന്ന് മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന സന്ദേശമാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെയും യുവതലമുറയുടെയും പങ്ക് വളരെയധികം വലുതാണെന്ന ബോധ്യമാണ് ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ പ്രസംഗത്തിലുടനീളം പങ്കുവച്ചതും. ഇന്ത്യയുടെ ഭാവി വികസനത്തിന് അടിത്തറ പാകുന്നത് ഇന്നത്തെ കുട്ടികളും വിദ്യാർത്ഥികളുമാണ്. എന്നാൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ യുവ മനസ്സുകളെ തെറ്റായ ദിശയിലേക്ക് നയിക്കാനും സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പ്രതിഷേധം സൃഷ്ടിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി. ഈ ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞാണ് താൻ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ സ്വയം സന്നദ്ധനായത്. അധികാരത്തിനോ പദവികൾക്കോ അപ്പുറം രാജ്യത്തെ പുതിയ തലമുറയുടെ സമാധാനവും സുരക്ഷിതമായ പഠനാന്തരീക്ഷവുമാണ് തനിക്ക് ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഒഡീഷയിലെ പ്രാദേശികമായ രാഷ്ട്രീയത്തിലെ വെല്ലുവിളികളെയും വ്യക്തിപരമായ അധിക്ഷേപങ്ങളെയും കൃത്യമായ ആത്മവിശ്വാസത്തോടെ നേരിടുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം സംസ്ഥാനത്തിന്റെ അന്തസ്സിനും ജനങ്ങളുടെ ഉന്നതിക്കും വേണ്ടി തന്റെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് വ്യക്തമാക്കി. ഈ ഒരു നിലപാടുകൾ രാഷ്ട്രീയ രംഗത്ത് പുതിയ ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും വഴി തുറക്കുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ അഴിച്ചുപണികളും പരിഷ്കാരങ്ങളും നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും പരീക്ഷാ നടത്തിപ്പിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കകൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മുൻ മന്ത്രി എന്ന നിലയിൽ ധർമ്മേന്ദ്ര പ്രധാൻ എടുത്ത ധീരമായ നിലപാട് ഭാവിയിലെ പരീക്ഷാ നടത്തിപ്പുകൾ കൂടുതൽ കുറ്റമറ്റതാക്കാൻ സഹായകരമാവും എന്നാണ് വിദഗ്ധരും വിലയിരുത്തുന്നത്. രാഷ്ട്രീയ എതിരാളികളുടെ കുപ്രചാരണങ്ങളെയും സമര നാടകങ്ങളെയും അതിജീവിച്ച് വിദ്യാർത്ഥി സമൂഹത്തോടൊപ്പം നിൽക്കാൻ BJP സർക്കാർ എപ്പോഴും തയ്യാറാണ് എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ സംഭവ വികാസങ്ങൾ. ചുരുക്കത്തിൽ ജെൻസി തലമുറയെ തെറ്റിദ്ധരിപ്പിച്ചു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചവർക്ക് ശക്തമായ മറുപടിയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ നൽകിയിരിക്കുന്നത്. പദവികളും കസേരകളും തനിക്ക് ആക്രാന്തമുള്ളതല്ലെന്നും രാജ്യ പുരോഗതിയും കുട്ടികളുടെ ശോഭനമായ ഭാവിയുമാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നു. ഒഡീഷയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലെ വെല്ലുവിളികളെയും എതിരാളികളുടെ അധിക്ഷേപങ്ങളെയും ഒരുപോലെ നേരിട്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലപാട് BJP പ്രവർത്തകർക്ക് പുതിയ ഊർജ്ജമാണ് നൽകുന്നത്. വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ രാജ്യത്തെ യുവതീ യുവാക്കൾ മുഖ്യ പങ്ക് വഹിക്കുമെന്നും അവരുടെ വഴിമുടക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ജനങ്ങൾ തിരിച്ചറിയുമെന്നുമുള്ള ഉറച്ച സന്ദേശത്തോടെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ ഒരു പ്രതികരണം രാഷ്ട്രീയ കേരളത്തിലും ദേശീയ തലത്തിലും ശ്രദ്ധ നേടുകയാണ്. രാജ്യത്തിന്റെ ഭാവി തലമുറയായ യുവജനങ്ങളെ മുൻനിർത്തിയുള്ള ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ചകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസവും സുരക്ഷിതമായ ഭാവിയുമാണ് എല്ലാത്തിനും ഉപരിയായി പ്രധാനമെന്ന നിലപാട് ആവർത്തിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ എതിരാളികളുടെ വെല്ലുവിളികളെയും വിമർശനങ്ങളെയും കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ നേരിടാൻ താൻ സജ്ജമാണെന്ന ശക്തമായ സന്ദേശമാണ് ധർമ്മേന്ദ്ര പ്രധാൻ നൽകുന്നത്. ഭരണരംഗത്തെയും സംഘടനാ തലത്തിലെയും അനുഭവ സമ്പത്ത് ഒഡീഷയുടെയും രാജ്യത്തിൻ്റെ വികസനത്തിനായി ഇനിയും പൂർണ്ണതോതിൽ വിനിയോഗിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനത്തോടെയാണ് ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.